ദൈവനാമത്തിന് മഹത്വം. സിയോന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. ഇന്നത്തെ നമ്മുടെ പ്രോഗ്രാം ബൈബിളിൽ നിന്നും ചില കുസൃതി ചോദ്യങ്ങളാണ്. ആദ്യ ഭാഗത്ത് നമ്മൾ ചോദ്യം മാത്രമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങൾ അതിൻ്റെ ഉത്തരം കണ്ടുപിടിക്കുവാനൊന്ന് ശ്രമിക്കുക. അവസാനമായി ഇതിൻ്റെ ചോദ്യവും ഉത്തരവും കൊടുത്തിട്ടുണ്ട്. ഈ ചോദ്യങ്ങളൊക്കെ നമ്മൾക്ക് വേണ്ടി തയ്യാറാക്കിയത് സിസ്റ്റർ ലിസമ്മ തോമസ്. ആദ്യത്തെ ചോദ്യം ഇതാണ്: മറക്കരുതാത്ത കാരം ഏതാണ്? അടുത്ത ചോദ്യം ഇതാണ്: ചീട്ടുവീണ ആസ് ആരാണ്? അടുത്ത ചോദ്യം ഇതാണ്: നിങ്ങൾക്ക് കിട്ടുന്ന ചാരം എന്താണ്? അടുത്ത ചോദ്യം ഇതാണ്: ഗ്രഹിക്കുന്ന പണം എന്താണ്? അടുത്ത ചോദ്യം ഇതാണ്: ആടുന്ന നായ് ആരാണ്? അടുത്ത ചോദ്യം ഇതാണ്: തലയിലിടുന്ന അസ്ത്രം ഏതാണ്? അടുത്ത ചോദ്യം ഇതാണ്: മറവാകാത്ത കൂടം ഏതാണ്? അടുത്ത ചോദ്യം ഇതാണ്: കാക്കേണ്ട ദ്വാരം എന്താണ്? അടുത്ത ചോദ്യം: വഴുതിപ്പോകാത്ത ആണി എന്താണ്? അടുത്ത ചോദ്യം: അവധിയുള്ള കാലം എന്താണ്? അടുത്ത ചോദ്യം: അകൃത്യങ്ങളുള്ള വനം ഏതാണ്? അടുത്ത ചോദ്യം: നിലനിൽക്കാത്ത മാനം എന്താണ്? അടുത്ത ചോദ്യം: സേവിക്കുന്ന പതി എന്താണ്? അടുത്ത ചോദ്യം: കൈക്കൊള്ളേണ്ട ദേശം എന്താണ്? അടുത്ത ചോദ്യം: പ്രശംസിക്കുന്ന രഥം എന്താണ്? അടുത്ത ചോദ്യം: കാക്കേണ്ട മണി എന്താണ്? അടുത്ത ചോദ്യം: ലഭിക്കുന്ന ധനം എന്താണ്? അടുത്ത ചോദ്യം: ദൈവത്തെ അന്വേഷിക്കുന്ന മാൻ ആരാണ്? അടുത്ത ചോദ്യം: വർദ്ധിക്കുന്ന വിളവ് എന്താണ്? അടുത്ത ചോദ്യം: പാപികളെ കാണിക്കുന്ന വഴി ഏതാണ്? അടുത്ത ചോദ്യം: അറിഞ്ഞിരിക്കുന്ന സങ്കടം എന്താണ്? അടുത്ത ചോദ്യം: വായിൽ നിന്നും കേൾക്കുന്ന ശ്രുതി എന്താണ്? അടുത്ത ചോദ്യം: വിട്ടൊഴിഞ്ഞു പോകേണ്ട ഗുണം എന്താണ്? അടുത്ത ചോദ്യം: ചുറ്റുന്ന കോശം എന്താണ്? അടുത്ത ചോദ്യം: പ്രസംഗിക്കുന്ന ധനം എന്താണ്? അടുത്ത ചോദ്യം: ആനന്ദിക്കുന്ന ക്രിയ എന്താണ്? അടുത്ത ചോദ്യം: സ്വതന്ത്രനായ പതി ആരാണ്? അടുത്ത ചോദ്യം: ശോധന വന്ന പാട് എന്താണ്? അടുത്ത ചോദ്യം: വാടിപ്പോകുന്ന മുടി ഏതാണ്? അടുത്ത ചോദ്യം: ലഭിക്കുന്ന ഫലം എന്താണ്?
അടുത്ത ചോദ്യം, പിന്നെ ഇല്ലാത്ത ബോധം എന്താണ്? അടുത്ത ചോദ്യം, ഉപായം പ്രയോഗിക്കുന്ന ഗ്രഹം ഏതാണ്? അടുത്ത ചോദ്യം, തങ്ങളെ തന്നെ ഉറപ്പിക്കുന്ന കാര്യം എന്താണ്? അടുത്ത ചോദ്യം, സാധിച്ചു പോയ സൂത്രം ഏതാണ്? അടുത്ത ചോദ്യം, ദൈവത്താൽ പ്രാപിച്ച ദേശം എന്താണ്? അടുത്ത ചോദ്യം, ഒഴിഞ്ഞിരിക്കേണ്ട കഥ ഏതാണ്? അടുത്ത ചോദ്യം, കവിഞ്ഞൊഴുകുന്ന പണം എന്താണ്? അടുത്ത ചോദ്യം ഇതാണ്, തുജിപ്പാൻ കഴിയാത്ത ഭാവം എന്താണ്? അടുത്ത ചോദ്യം, പ്രാപിക്കേണ്ട ബോധം എന്താണ്? അടുത്ത ചോദ്യം, അകപ്പെടാതിരിക്കേണ്ട വിധി എന്താണ്? ഇനി നമുക്ക് ഉത്തരങ്ങൾ നോക്കാം. നമ്മുടെ ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു, മറക്കരുതാത്ത കാരം ഏതാണ്? ഉത്തരം ഉപകാരം. സങ്കീർത്തനം 103:2. അടുത്ത ചോദ്യം, ചീട്ട് വീണ ആസ് ആരാണ്? ഉത്തരം മത്തിയാസ്. പ്രവൃത്തികളുടെ പുസ്തകം 1-ാം അധ്യായം 26-ാം വാക്യം. അടുത്ത ചോദ്യം, നിങ്ങൾക്ക് കിട്ടുന്ന ചാരം എന്താണ്? ഉത്തരം ഉപചാരം. ലൂക്കോസിന്റെ സുവിശേഷം 6:32-33 വാക്യങ്ങൾ. അടുത്ത ചോദ്യം, ഗ്രഹിക്കുന്ന പണം എന്താണ്? ഉത്തരം നിരൂപണം. സങ്കീർത്തനം 139:2. അടുത്ത ചോദ്യം, ആടുന്ന നായി ആരാണ്? ഉത്തരം നായാടി. സങ്കീർത്തനം 140:11. അടുത്ത ചോദ്യം, തലയിലിടുന്ന അസ്ത്രം ഏതാണ്? ഉത്തരം ശിരസ്ത്രം. സങ്കീർത്തനം 140:7. അടുത്ത ചോദ്യം, മറവാകാത്ത കൂടം ഏതാണ്? ഉത്തരം അസ്ഥികൂടം. സങ്കീർത്തനം 139:15. അടുത്ത ചോദ്യം, കാക്കേണ്ട ദ്വാരം എന്താണ്? ഉത്തരം അധരദ്വാരം. സങ്കീർത്തനം 141:3. അടുത്ത ചോദ്യം, വഴുതിപ്പോകാത്ത ആണി എന്താണ്? ഉത്തരം നരിയാണി. സങ്കീർത്തനം 18:36. അടുത്ത ചോദ്യം, അവധിയുള്ള കാലം എന്താണ്? ഉത്തരം ജീവകാലം. യോബിന്റെ പുസ്തകം 14:5. അടുത്ത ചോദ്യം, അകൃത്യങ്ങളുള്ള വനം ഏതാണ്? ഉത്തരം യൗവനം. യോബിന്റെ പുസ്തകം 13:26. അടുത്ത ചോദ്യം, നിലനിൽക്കാത്ത മാനം എന്താണ്? ഉത്തരം ബഹുമാനം. സങ്കീർത്തനം 49:12. അടുത്ത ചോദ്യം, സേവിക്കുന്ന പതി എന്താണ്? ഉത്തരം സ്ഥാനാപതി. എഫേസ്യർ 6:19. അടുത്ത ചോദ്യം, കൈക്കൊള്ളേണ്ട ദേശം എന്താണ്? ഉത്തരം ഉപദേശം. സങ്കീർത്തനം 2:10. അടുത്ത ചോദ്യം, പ്രശംസിക്കുന്ന രഥം എന്താണ്? ഉത്തരം മനോരഥം. സങ്കീർത്തനം 10:3. അടുത്ത ചോദ്യം, കാക്കേണ്ട മണി
എന്താണ്? ഉത്തരം കൃഷ്ണമണി. സങ്കീർത്തനം 17:8. അടുത്ത ചോദ്യം, ലഭിക്കുന്ന ധനം എന്താണ്? ഉത്തരം പ്രബോധനം. സങ്കീർത്തനം 19:11. അടുത്ത ചോദ്യം, ദൈവത്തെ അന്വേഷിക്കുന്ന മാൻ ആരാണ്? ഉത്തരം ബുദ്ധിമാൻ. സങ്കീർത്തനം 14:2. അടുത്ത ചോദ്യം, വർദ്ധിപ്പിക്കുന്ന വിളവ് എന്താണ്? ഉത്തരം നീതിയുടെ വിളവ്. 2 കൊരിന്ത്യർ 9:10. അടുത്ത ചോദ്യം, പാപികളെ കാണിക്കുന്ന വഴി ഏതാണ്? ഉത്തരം നേർവഴി. സങ്കീർത്തനം 25:8. അടുത്ത ചോദ്യം, അറിഞ്ഞിരിക്കുന്ന സങ്കടം എന്താണ്? ഉത്തരം പ്രാണസങ്കടം. സങ്കീർത്തനം 31:7. അടുത്ത ചോദ്യം, വായിൽ നിന്നും കേൾക്കുന്ന ശ്രുതി എന്താണ്? ഉത്തരം അപശ്രുതി. സങ്കീർത്തനം 31:13. അടുത്ത ചോദ്യം, വിട്ടൊഴിഞ്ഞു പോകേണ്ട ഗുണം എന്താണ്? ഉത്തരം ദുർഗുണം. എഫെസ്യ ലേഖനം 4:31. അടുത്ത ചോദ്യം, ചുറ്റുന്ന ഘോഷം എന്താണ്? ഉത്തരം ഉല്ലാസഘോഷം. സങ്കീർത്തനം 32:7. അടുത്ത ചോദ്യം, പ്രസംഗിക്കുന്ന ധനം എന്താണ്? ഉത്തരം അപ്രമേയ ധനം. എഫെസ്യർ 3:8. അടുത്ത ചോദ്യം, ആനന്ദിക്കുന്ന ക്രിയ എന്താണ്? ഉത്തരം പ്രതിക്രിയ. സങ്കീർത്തനം 58:10. അടുത്ത ചോദ്യം, സ്വതന്ത്രനായ പതി ആരാണ്? ഉത്തരം അധിപതി. സങ്കീർത്തനം 105:20. അടുത്ത ചോദ്യം, ശോധന വന്ന പാട് എന്താണ്? ഉത്തരം അരുളപ്പാട്. സങ്കീർത്തനം 105:18. അടുത്ത ചോദ്യം, വാടിപ്പോകുന്ന മുടി എന്താണ്? ഉത്തരം കൊടുമുടി. ആമോസ് 1:2. അടുത്ത ചോദ്യം, ലഭിക്കുന്ന ഫലം എന്താണ്? ഉത്തരം സമാധാന ഫലം. എബ്രായർ 12:11. അടുത്ത ചോദ്യം, പിന്നെയില്ലാത്ത ബോധം എന്താണ്? ഉത്തരം മനോബോധം. സങ്കീർത്തനം 10:2. അടുത്ത ചോദ്യം, ഉപായം പ്രയോഗിക്കുന്ന ഗ്രഹം എന്താണ്? ഉത്തരം ദ്രവ്യാഗ്രഹം. 1 തെസ്സലോനിക്കർ 2:5. അടുത്ത ചോദ്യം, തങ്ങളെ തന്നെ ഉറപ്പിക്കുന്ന കാര്യം എന്താണ്? ഉത്തരം ദുഷ്കാര്യം. സങ്കീർത്തനം 64:5. അടുത്ത ചോദ്യം, സാധിച്ചു പോയ സൂത്രം എന്താണ്? ഉത്തരം സൂക്ഷ്മസൂത്രം. സങ്കീർത്തനം 64:6. അടുത്ത ചോദ്യം, ദൈവത്താൽ പ്രാപിച്ച ദേശം എന്താണ്? ഉത്തരം ഉപദേശം. 1 തെസ്സലോനിക്കർ 4:9. അടുത്ത ചോദ്യം, ഒഴിഞ്ഞിരിക്കേണ്ട കഥ ഏതാണ്? ഉത്തരം കിഴവിക്കഥ. 1 തിമോത്തിയോസ് 4:7. അടുത്ത ചോദ്യം, കവിഞ്ഞൊഴുകുന്ന പണം എന്താണ്? ഉത്തരം
നിരൂപണം സങ്കീർത്തനം 73:7. അടുത്ത ചോദ്യം, ത്യജിപ്പാൻ കഴിയാത്ത ഭാവം എന്താണ്? ഉത്തരം സ്വഭാവം. 2 തിമോത്തിയോസ് 2:13. അടുത്ത ചോദ്യം, പ്രാപിക്കേണ്ട ബോധം എന്താണ്? ഉത്തരം സുബോധം. 2 തിമോത്തിയോസ് 2:26. അടുത്ത ചോദ്യം, അകപ്പെടാതിരിക്കേണ്ട വിധി എന്താണ്? ഉത്തരം ശിക്ഷാവിധി. യാക്കോബ് 5:12. ഇന്നത്തെ ഈ ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്ക് അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കൂടുതൽ ബൈബിൾ ക്വിസ് ചോദ്യങ്ങൾക്ക് നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും സപ്പോർട്ട് ചെയ്യുവാനും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്യുവാനും മറക്കരുത്.